Good morning all. Last class നമ്മൾ പറഞ്ഞു നിർത്തിയത് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആയിരുന്നു അല്ലേ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് വരാം. അതാണ് ഹാർമോണിക് ഓസിലേറ്റർ, ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയാം അല്ലേ. ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് അല്ലെ. ഒരു 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ +2 മുതലൊക്കെ പഠിച്ച തുടങ്ങിയതാണ് അല്ലെ. എന്താണ് സിസ്റ്റം ഓസിലേറ്റ്സ് അബൌട്ട് ആൻ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെ. സ്മാൾ ആറ്റോമിക് ലെവലിലൊക്കെ നമുക്ക് ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പം എന്താണ് when the system vibrates about an equilibrium configuration such a motion is called harmonic motion and അതിന്റെ കണ്ടീഷൻ എന്താണ്? It is the presence of a restoring force that acts to return the system to its equilibrium configuration when disturbed അല്ലെ. അതിനെ ആ എക്സ്റ്റേണൽ ഫോഴ്സ് വെച്ച് നമ്മൾ ഡിസ്റ്റർബ് ചെയ്താൽ എന്ത് ചെയ്യും? അതിനെ വീണ്ടും ഓസിലേറ്റ് ചെയ്ത് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ അല്ലെ. ഇനി നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്കറിയാം അല്ലെ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ എന്താണ് ആ റെസ്ട്രിക്ഷൻ? എന്താണ് ആ എക്സിലുള്ള ഒരു റെസ്ട്രിക്ഷൻ ആണ് അല്ലെ. ദാറ്റ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ F equal to minus kx അല്ലെ. ഫോഴ്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ പൊസിഷൻ, മീൻ പൊസിഷൻ അല്ലെ. അപ്പം ഐ ക്യാൻ റൈറ്റ് F equal to minus kx അല്ലെ. F proportional to x and the restoring force is minus k, കോൺസ്റ്റന്റ് അല്ലെ. അങ്ങനെയായിരുന്നു. ഇനി നമുക്കറിയാം, ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ചതാണ്. നമുക്കറിയാം F equal to ma ആണ് അല്ലെ. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെ. F equal to ma എന്നായിരുന്നു, മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെ. ഈ ഒരു കേസിൽ ഐ ക്യാൻ റൈറ്റ് മൈനസ് kx ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻ ടേംസ് ഓഫ് x എന്താണ്? d²x by dt² അല്ലെ. മൈനസ് kx ഈക്വൽ ടു m ഇൻറ്റു d²x by dt² എന്ന് എഴുതാം. അല്ലെങ്കിൽ ഐ ക്യാൻ റൈറ്റ് m ഇൻറ്റു d²x by dt² പ്ലസ് kx ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലെ. ഈ ടേമിനെ അങ്ങോട്ടേക്ക് എടുത്തു, അങ്ങനെ കൂടെ. അല്ലെങ്കിൽ d²x by dt² പ്ലസ് k/m ഇൻറ്റു x ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലെ. ഇത് നമ്മൾ എന്താ ചെയ്തിരുന്നത്? നമ്മൾ k/m പകരം ω02 ഇട്ടു അല്ലെ. പുട്ടിങ് ω² ഈക്വൽ ടു k/m ഐ വിൽ ഗെറ്റ് d²x by dt² പ്ലസ് ω² x ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ. ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലെ. ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇൻ എക്സ് അല്ലെ. ആൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഈസ് എക്സ് ഈക്വൽ ടു a cos 2π nu t പ്ലസ് 5. 2π nu t അല്ലെങ്കിൽ എന്താണ്? ഒമേഗ എന്നിടാം അല്ലെ. a cos ω t പ്ലസ് 5 എന്നിടാം. നമുക്കറിയാം ഒമേഗ ഈക്വൽ ടു 2π nu ആണ്, ആംഗുലർ ഫ്രീക്വൻസി അല്ലെ. x ഈക്വൽ ടു a cos 2π nu t പ്ലസ് 5 എന്ന് കിട്ടും അല്ലെ. അപ്പം ω² ഈക്വൽ ടു k/m എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒമേഗ ഈക്വൽ ടു റൂട്ട് k/m എന്ന് വരും. അല്ലെങ്കിൽ 2π nu, ഒമേഗ എന്ന് പറഞ്ഞാൽ 2π nu അല്ലേ, ഈക്വൽ ടു റൂട്ട് k/m എന്ന് വരും. അല്ലെങ്കിൽ nu ഈക്വൽ ടു 1/2π റൂട്ട് k/m എന്ന് എഴുതാം അല്ലെ. അതായിരുന്നു നമ്മുടെ ഫ്രീക്വൻസിക്കുള്ള എക്സ്പ്രഷൻ അല്ലെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാതെ ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി കാണണം അല്ലെ. ഒരു ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജി കാണണം അല്ലെ. പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഫോർമുല എന്താണ്? V ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ f dx അല്ലെ. മൈനസ് ഇന്റഗ്രൽ f dx ആയിരുന്നു അല്ലെ. ഇതായിരുന്നു ഫോർമുല. അപ്പം V ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ, നമ്മുടെ ഫോഴ്സ് എന്താണ്? മൈനസ് kx ആണ്. അപ്പൊ എന്താവും? kx dx എന്നാവും അല്ലെ. അല്ലെങ്കിൽ V ഈക്വൽ ടു k ഇൻറ്റു ഇന്റഗ്രൽ x എന്ന് പറഞ്ഞാല് x²/2 എന്നാവും. അല്ലെങ്കിൽ V ഈക്വൽ ടു ഹാഫ് kx² എന്നുള്ള ഫോർമുല നമുക്കൊക്കെ സുപരിചിതമാണ് അല്ലെ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് V ഈക്വൽ ടു ഹാഫ് kx² അല്ലെ. ഇതും നമ്മൾ സാധാരണയായി പഠിച്ച എന്താണ് ഓസിലേറ്ററുമായി ബന്ധമുണ്ട് അല്ലെ. ഇനി ആ പൊട്ടൻഷ്യൽ എനർജിന്റെ പ്ലോട്ട് നമുക്ക് എങ്ങനെ എടുക്കാം? നമുക്ക് ഈ ആക്സിസില് എനർജിയും അതുപോലെ ഇത് മെയിൻ പൊസിഷൻ, ഇവിടെ -a, ഇവിടെ +a കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരുന്നു? V ഈക്വൽ ടു ഹാഫ്
kx², അല്ലെ? ഇതെന്തിന്റെ ഇക്വേഷൻ ആണ്? എന്താണ്? ഹൈപ്പർബോളയോ, അല്ലെ? അപ്പൊ എങ്ങനെ വരും? നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെ? ഈ രീതിയിലാണ് ഇതിന്റെ പ്ലോട്ട് വരിക, അല്ലെ? ഇവിടെ എനർജി, അല്ലെ? ഇത് പൊസിഷൻ എക്സ്, അല്ലെ? ഇത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി മീൻ പൊസിഷൻ, അല്ലെ? രണ്ട് എക്സ്ട്രീംസ്, അല്ലെ? -a + a. ഇതാണ് നമ്മൾ പഠിച്ച സാധാരണയായിട്ടുള്ള എന്ത് ഓസിലേറ്റർ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്? ക്വാണ്ടം ഹാർമോണിക് ഓസിലേറ്റർ, അല്ലെ? ക്വാണ്ടം മെക്കാനിക്കൽ ലെവലിലുള്ള ഹാർമോണിക് ഓസിലേറ്റർ, അല്ലെ? അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താം, അല്ലെ? നമ്മൾ ഇതുവരെ പഠിച്ച ക്വാണ്ടം മെക്കാനിക്സിൽ നിന്നും നമുക്ക് കുറച്ചൊരു ധാരണകൾ കിട്ടിയിട്ടുണ്ട്. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ക്ലാസിക്കൽ മെക്കാനിക്കൽ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുന്നൊക്കെ നമുക്കറിയാം, അല്ലെ? അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഒരു മോഡിഫിക്കേഷൻ നടത്താം, അല്ലെ? ഒന്ന്, നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സിൽ എനർജി കണ്ടിന്യൂസ് ആണ്. ഇതുവരെ പഠിച്ച ഹൈഡ്രജൻ ആറ്റത്തിലും അതുപോലെ നമ്മളിപ്പം പഠിച്ച എന്താണ് 1 ഡയമെൻഷണൽ ബോക്സിലും ഒക്കെ നമുക്ക് എനർജി ഡിസ്ക്രീറ്റ് ആയിട്ട് കിട്ടി. അതുകൊണ്ട് ഫോർ എ പോയിന്റ് ആയിട്ട് എഴുതാം, ദ അലൗഡ് എനർജി സ്റ്റേറ്റ്സ് വിൽ നോട്ട് ഫോം എ കണ്ടിന്യൂസ് സ്പെക്ട്രം ബട്ട് ഇൻസ്റ്റെഡ് എ ഡിസ്ക്രീറ്റ് സ്പെക്ട്രം ഓഫ് സെർട്ടൈൻ സ്പെസിഫിക് വാല്യൂസ് ഓൺലി. എന്ന് പറഞ്ഞാൽ ഇതിന്റെ എനർജി വാല്യൂസ് ഉണ്ടല്ലോ, നമ്മളിപ്പോ ഇനി ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്ന ഹാർമോണിക് ഓസിലേറ്ററിന്റെ എനർജി വാല്യൂസ് കണ്ടിന്യൂസ് സ്പെക്ട്രം ആയിരിക്കില്ല, കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കില്ല. പകരം ഇറ്റ് വിൽ ബി ഓഫ് ഡിസ്ക്രീറ്റ് വാല്യൂസ്, അല്ലെ? നമ്മൾ അത് പഠിച്ചതാണ്. ഇപ്പൊ 1 ഡയമെൻഷണൽ ബോക്സിന്റെ കേസിൽ എന്തായിരുന്നു എനർജി? n² π² h² by 2ml², where n = 1, 2, 3 etc. n = 1 ന് ഒരു എനർജി, n = 2 ന് ഒരു എനർജി, അല്ലാതെ ഒരു കണ്ടിന്യൂസ് ഇല്ല, അല്ലെ? n = 0.1 അങ്ങനെ ഒരു വാല്യൂ ഇല്ല, അല്ലെ? കണ്ടിന്യൂം ഓഫ് എനർജി ഇല്ല, ഡിസ്ക്രീറ്റ് ആണ്. അതുപോലെ ഇതിന്റെ കേസിൽ എന്താണ്? എനർജി ഡിസ്ക്രീറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം, ഇതുവരെ ചെയ്ത പ്രോബ്ലം വെച്ചിട്ടൊക്കെ, അല്ലെ? ഇനി ദ ലോവസ്റ്റ് അലൗഡ് എനർജി വിൽ നോട്ട് ബി 0 ബട്ട് വിൽ ബി ഹാവിംഗ് സം ഡെഫിനിറ്റ് മിനിമം. ഈ ഒരു സിസ്റ്റത്തിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മിനിമം എനർജി 0 ആയിരിക്കില്ല. ദർ വിൽ ബി എ ഡെഫിനിറ്റ് വാല്യൂ ഫോർ ദാറ്റ് മിനിമം എനർജി. എനർജി ഈക്വൽ ടു 0 ആയിരിക്കില്ല ഈ സിസ്റ്റത്തിന്. എന്തായിരിക്കും? ഒരു ഡെഫിനിറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. അടുത്തത്, there will be a certain probability that the particle can penetrate the potential well and go beyond the limits of -a and +a. എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന് നമ്മളിപ്പോ ഇതുവരെ പഠിച്ചു, നമ്മൾ ടണൽ എഫക്ട് പഠിച്ചു, അല്ലെ? അതുപോലെ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ പഠിച്ചു, അല്ലെ? എങ്ങനെയാണ് ഒരു പാർട്ടിക്കിള് ഒരു സ്റ്റെപ്പ് ബാരിയർ ടണൽ ചെയ്തുകൊണ്ട് അപ്പുറത്ത് കാണാനുള്ള പ്രോബിലിറ്റി ഉണ്ട്, അല്ലെ? അതുകൊണ്ട് നമ്മൾ ഇതും കൂടെ മുന്നിൽ കാണണം. ഇപ്പം ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം നമ്മളൊരു ഓസിലേറ്റർ ഉണ്ടെങ്കിൽ അത് ആ +a -a താണ്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല, അതാണ് ഇതിന്റെ മാക്സിമം. പക്ഷെ ഇത് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ആയതുകൊണ്ട് there will be a certain probability that the particle can penetrate the potential barrier and go beyond the limits of -a and +a. അങ്ങനെ ഒരു സാധ്യതയും കൂടെ നമ്മൾ കാണണം. ഈ 3 അസംപ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹാർമോണിക് ഓസിലേറ്ററിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഇല്ല കേട്ടോ, നമ്മൾ വിശദമായിട്ട് ഇത് ചെയ്യണില്ല. നിങ്ങളുടെ സിലബസിലെ ലാസ്റ്റ് പോർഷൻ ആണ്, ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ. പ്രത്യേകിച്ചും എന്തൊക്കെയാണ് 0 പോയിന്റ് എനർജി അല്ലെങ്കിൽ ഹാർമോണിക് ഓസിലേറ്റർ എന്താണെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നോക്കാം, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതിന്റെ എനർജി ലെവൽസ് ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ ആണ് കാണുന്നത്. ടൈറ്റിൽ ചെയ്ത എനർജി ലെവൽസ് ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. എങ്ങനെയാ കാണാം? എനർജി കാണാൻ നമ്മൾ ഒറ്റ പരിപാടിയേ ഉള്ളൂ, ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ, അല്ലെ? എന്താണത്? d² by dx² plus 2m by h² into e minus v psi equal to 0. ഇതാണ് ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ. ഇതിന്റെ പൊട്ടൻഷ്യൽ v ഈക്വൽ ടു ½ kx² എന്നുള്ളത് നമ്മളിപ്പം ഒബ്റ്റെയിൻ ചെയ്തു, അല്ലെ? ഇനി എന്ത് ചെയ്താൽ മതി? അത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അല്ലെ? അത് വരിക d² psi by dx² plus 2m by h² into e minus v ആണ്. അപ്പൊ എന്താവും? മൈനസ് ½ kx² into psi ഈക്വൽ ടു 0 എന്നാണ്, അല്ലേ? ഇനി ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ച് പ്രശ്നമാണ്. കാരണം നമ്മൾ ഇതുവരെ ചെയ്തതില് 1 ഡയമെൻഷണൽ ബോക്സ്, ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല്, സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ, ഇതിലൊക്കെ നമ്മൾ ചെയ്തപ്പം പൊട്ടൻഷ്യൽ എനർജിന്റെ വാല്യൂ v ആയിരുന്നു, ആൻഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് x, അല്ലേ?
അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരുന്നു. ചില റീജിയനിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരുന്നു, ചിലതിൽ V ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തത്. ഇവിടെ ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ നല്ല കോംപ്ലക്സ് ആണ്. d²si/dx² പ്ലസ് 2m/x² e മൈനസ് ഹാഫ് kx². ഇതിനകത്തും എക്സ് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ അത് സോൾവ് ചെയ്യാൻ ഒരു മെത്തേഡ് പറയുന്നുണ്ട്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല. കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്താം. ഓക്കെ, പുട്ടിങ് y ഈക്വൽ ടു √2π mvx/h and alpha equal to 2e/h into √m/k. അല്ലെങ്കിൽ it will become 2e/h nu അല്ലേ? ഇതിൽ വേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ it will become 2e/h nu അല്ലേ? അങ്ങനെ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്തി കഴിഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് y ആൻഡ് ആൽഫ ഈ മുകളിലെ ഇക്വേഷൻ എന്തായി മാറും? ആ ഇക്വേഷൻ എന്തായി മാറും? d²psi/dy² പ്ലസ് ആൽഫ മൈനസ് y² ഇൻറ്റു psi ഈക്വൽ ടു 0 എന്നാവും അല്ലെ? ആ ഇക്വേഷൻ ഇങ്ങനെയായി മാറും കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകണ്ട. നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ആഴത്തിലേക്കുള്ള ഡെറിവേഷൻ അല്ല. നമുക്ക് അതിന്റെ എനർജി അറിയണം. എന്താണ് എനർജി ലെവൽസ്, എന്താണ് വേവ് ഫംഗ്ഷൻ എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇനി ഇതിന്റെ സൊല്യൂഷൻ കിട്ടണം. അങ്ങനെ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് നോർമലൈസ്ഡ് ആണ് അല്ലെ? എന്താണ് നോർമലൈസേഷൻ കണ്ടീഷൻ? ഇന്റഗ്രൽ -∞ to ∞ mod psi² dy equal to 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ? ഇന്റഗ്രൽ -∞ to ∞ mod psi² dy equal to 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എങ്ങനെ ചെയ്താ? The solution to this equation that are acceptable here are obtained using the condition, using the normalization condition. Integral -∞ to ∞ mod psi² dy equal to 1 അല്ലേ? ഇനി ആ ഇക്വേഷന്റെ നോർമലൈസേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആൽഫ, the values of alpha will be restricted to 2n+1. ഈ ഇക്വേഷൻ നോർമലൈസബിൾ ആവണമെങ്കിൽ the mathematical requirement for this equation to be normalizable, psi എന്ന് പറഞ്ഞ ആ ക്വാണ്ടിറ്റി നോർമലൈസബിൾ ആവണമെങ്കിൽ the value of alpha should be limited to 2n+1 where n equal to 0, 1, 2, 3 etc. ഓക്കെ, അങ്ങനെ ആയിരിക്കണം. ഓക്കെ, നമ്മള് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ആൽഫ ഈക്വൽ ടു 2e/h nu ആണ് അല്ലെ? ആൽഫ ഈക്വൽ ടു 2e/h nu ഈക്വൽ ടു 2n+1 ആണ് അല്ലെ? ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പൊ എന്തായിട്ടും e ഈക്വൽ ടു ഇതിന് ഈക്വൽ ടു h nu/2 ഇൻറ്റു 2n+1 എന്ന് കിട്ടും അല്ലെ? അല്ലെങ്കിൽ ഈക്വൽ ടു h nu ഇൻറ്റു ഈ 2 അകത്തേക്ക് എടുത്താൽ n+12 എന്ന് കിട്ടും അല്ലെ? അല്ലെങ്കിൽ ഈക്വൽ ടു n+12 ഇൻറ്റു h nu എന്ന് കിട്ടും അല്ലെ? എന്ന് പറഞ്ഞാൽ the energy of a quantum harmonic oscillator is En equal to n+12 into h nu. എന്തുകൊണ്ടാണ് ഞാൻ n ചേർത്ത്? It depends on the value of energy, value of n, where n equal to 0, 1, 2, 3 ഉണ്ട്. 0 included ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച 1 dimensional ബോക്സിൽ n equal to 0 accepted അല്ല കേട്ടോ. n equal to 0 ഇവിടെ accepted ആണ്. ഓക്കെ, ഇനി ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. when n equal to 0, if the value of n is 0, then E0 equal to എന്താ വരിക? 0 plus half into h nu. That means half h nu അല്ലെ? This particular quantity is called 0 point energy of a quantum harmonic oscillator. Okay, 0 point energy എന്ന് പറയും. ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് 2 മാർക്സിന്. What is the 0 point energy of a harmonic oscillator അല്ലെ?
അതിന്റെ കേസിൽ എനർജി എന്തല്ല, മിനിമം എനർജി 0 അല്ല. അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അസംഷൻ. ഇതിന്റെ മിനിമം എനർജി 0 ആയിരിക്കില്ല, ബട്ട് ഇറ്റ് ഈസ് ഇൻസ്റ്റഡ് ഹാഫ് എച്ച് ന്യൂ. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ ഇതിന്റെ സൈഡിൽ നോട്ട് ചെയ്യാണ്ട്, ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് n പ്ലസ് ഹാഫ് ഇൻറ്റു h ക്രോസ് ഒമേഗ കേട്ടോ, ഇങ്ങനെയും പറയാറുണ്ട്. അപ്പൊ ഇതെങ്ങനെയാവും, ഹാഫ് h ക്രോസ് ഒമേഗ എന്നാവും. എന്തുകൊണ്ടാണ് h ക്രോസ് എന്ന് പറഞ്ഞാൽ h ബൈ 2π, ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ് 2π ന്യൂ. 2π കട്ടിയോ, അപ്പൊ h ന്യൂ ആവില്ലേ. h ന്യൂ എന്ന് പറഞ്ഞാലും h ക്രോസ് ഒമേഗ എന്ന് പറഞ്ഞാലും സെയിം ആണ് കേട്ടോ. അതും കൂടെ അവിടെ നോട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ എനർജി വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു കമ്പാരിസൺ വളരെ അത്യാവശ്യമാണ്. നമ്മളിപ്പോ നിലവിൽ 3 സിസ്റ്റം പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മുടെ ബോർ മോഡൽ വെച്ചിട്ട് നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ എനർജി എന്തായിരുന്നു, En ഈക്വൽ ടു E1 ബൈ n സ്ക്വയർ, വേർ E1 ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇതെന്തായിരുന്നു, ഹൈഡ്രജൻ ആറ്റം അല്ലെ. ഇനി രണ്ടാമത് നമ്മള് 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബോക്സ് പഠിച്ചു അല്ലെ. അതിന്റെ കേസിൽ എനർജി എന്തായിരുന്നു, n സ്ക്വയർ പൈ സ്ക്വയർ h ക്രോസ് സ്ക്വയർ ബൈ 2ml സ്ക്വയർ അല്ലേ. അപ്പൊ നമുക്ക് എന്താ n സ്ക്വയർ E1 എന്ന് എഴുതാം അല്ലെ. ഓർമ്മല്ലേ, വരച്ചു നോക്കുക. ഇനി പറഞ്ഞ കേസില് ഹാർമോണിക് ഓസിലേറ്ററിന്റെ കേസില് n പ്ലസ് ഹാഫ് ഇൻറ്റു h ആയിരുന്നു അല്ലെ. അപ്പൊ ഇത് ഇവിടെ മുകളിൽ ഒരു കാര്യം കൂടി എഴുതാം, ഹൈഡ്രജൻ ആറ്റം, ഇവിടെ 1D ബോക്സ്, ഇവിടെ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, ഇനി അതിന്റെ ഒരു ഗ്രാഫിക്കൽ കമ്പാരിസണും കൂടെ നമുക്ക് നടത്താനുണ്ട്. ഇതിന്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം എനർജി അല്ലെ. ഇതാണ് E1 അല്ലെ, ഇതാണ് E1 അല്ലെ. E1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, -13.6. ഇനി E2 എന്ന് പറഞ്ഞാൽ എന്താണ്, -13.6 ബൈ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, -13.6 ബൈ 4 എന്താവും, വീണ്ടും കൂടും അല്ലെ. അത് കുറച്ചുകൂടെ മുകളിലാവും അല്ലെ. പിന്നെന്ത് ചെയ്യും, കുറച്ചുകൂടെ അങ്ങോട്ടാവും E3 അല്ലെ. ഇതെന്താണ് E2 E3 അങ്ങനെ ഇങ്ങനെ മുകളിൽ വരുന്നിടത്തോളം അടുത്തടുത്ത് ഇങ്ങനെ വരും അല്ലെ. എന്നിട്ട് ഇവിടെ എങ്ങനെ ഉണ്ടാവും, ഒരു കണ്ടിന്യൂ ആവും. ഇത് അങ്ങനെ അല്ലെ, E3 E4 എക്സെട്ര അങ്ങനെ വരും അല്ലെ. ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ലെവൽ ഡയഗ്രാം. ഇനി 1 ഡയമെൻഷണൽ ബോക്സിന്റെ കേസിൽ എങ്ങനെയായിരുന്നു, ആ പൊട്ടൻഷ്യലും കൂടെ കൺസിഡർ നമ്മൾ ഈ ഷേപ്പ് കൊടുക്കണം കേട്ടോ. 1 ഡയമെൻഷണൽ ബോക്സിന്റെ കേസിൽ ഇങ്ങനെയാണ്, എന്തായിരുന്നു E1 എന്തായിരുന്നു അല്ലെ, ഇതൊരു വാല്യൂ E1 അല്ലെ. ഇനി അത് കഴിഞ്ഞ് n സ്ക്വയർ E1 ആണ് അല്ലെ, n സ്ക്വയർ E1. ഫോർ എക്സാമ്പിള് E1 ഒരു ഇപ്പൊ ഇതിന് കേസില് 10 വോൾട്ട് ആണ്, 10 ഇലക്ട്രോൺ വോൾട്ട് ആണ് E1 വരുന്നത്. അപ്പൊ E2 എന്താവും, n സ്ക്വയർ E1 അല്ലെ. അപ്പൊ എന്താ പറയുക, 2 സ്ക്വയർ E1, അപ്പൊ 4E1 ആവും. അപ്പൊ എനർജി കൂടും അല്ലെ, വീണ്ടും കൂടും. അപ്പം വലിയ വാല്യൂ വരും, പിന്നെ ഇങ്ങനെ വലിയ വാല്യൂ വരും, അങ്ങനെ അങ്ങനെ അതെന്ത് ചെയ്യും, അകന്ന് പോകും അല്ലെ. മുകളിലേക്ക് വരുന്നതും എനർജി കൂടി വരും അല്ലെ. എന്നിന്റെ വാല്യൂ കൂടുക ചെയ്യണേ. E1 എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാവും, പക്ഷെ E10 എന്നൊക്കെ പറഞ്ഞാൽ എന്താവും, 10 സ്ക്വയർ E1 ആവും എന്ന് പറഞ്ഞാൽ 100 E1 ആവും. അപ്പം ഇവിടുന്ന് കഴിയുന്തോറും അകന്ന് വരും അല്ലെ. കുറച്ചും കൂടെ അകലം വേണമെങ്കിൽ കാണിക്കാം അല്ലെ. E1 ഇത് E2, E3 കുറച്ചുകൂടി മുകളിൽ പോവും, ഇതിങ്ങോട്ടും പോവും, പിന്നെ ഇങ്ങനെ വരും, അങ്ങനെ കൂടി അങ്ങനെ പോകും കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ട് കിടക്കാം. ഓക്കെ, ഇനി ഇതിന്റെ കേസിൽ നമുക്ക് എനർജി ഡയഗ്രാം എങ്ങനെ എടുക്കാം, നമുക്ക് ഇങ്ങനെ എടുക്കാം. നമുക്കൊരു ഹൈപ്പർബോള എലിറ്റ് ചെയ്യും അല്ലെ. അപ്പം മിനിമം എനർജി എന്തായിരുന്നു, ഒരു വാല്യൂ ഉണ്ട് അല്ലെ. മിനിമം എനർജി എത്രയായിരുന്നു, E0 അല്ലെ. പിന്നെ ഇതും അതുപോലെ എന്താണ്, അവിടെ വേറെ പ്രത്യേകം ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ അവിടെ പറയാനുണ്ട്. ഞാനിപ്പം ഇത് വരച്ചല്ലോ അല്ലെ, ഇതൊന്ന് വായിച്ചെടുക്കാണ്. ഇവിടെ എനർജിന്റെ വാല്യൂ എത്രയാണ്, n പ്ലസ് ഹാഫ് h ന്യൂ അല്ലേ അല്ലെ. E1 എത്രയാണ്, E0 എത്രയാണ്, ഹാഫ് h ന്യൂ അല്ലെ. E1 എത്രയാണ്, E1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഹാഫ് ഇൻറ്റു h ന്യൂ. 1 പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1/2 പറഞ്ഞാൽ 3/2 എന്തുവരും, 3/2 അല്ലെ. E2 എന്ന് പറഞ്ഞാൽ എന്തുവരും, 2 പ്ലസ് 1/2
2+1/2 2.5. രണ്ടും വരെയും 2.5. അപ്പൊ 5/2. 5/2 Hnu. അടുത്ത 3+1/2. അപ്പൊ 3.5 എന്ന് പറഞ്ഞാൽ 7/2 അല്ലെ? ഇതൊരു 7/2 Hnu അല്ലെ? ഇനി ഇതിന്റെ ഡിഫറൻസ് ഒന്ന് കണ്ടുപോകുക നിങ്ങൾ. 7/2 - 5/2. 7 - 5 എത്ര? 2. 2/2 1. Hnu ഡിഫറൻസ് അല്ലെ? ഇനി ഇതും നമ്മൾ നോക്ക്. E2 - E1. 5/2 - 3/2 Hnu. 5 - 3 2. 2/2 1. ഇനി 3/2 - 1/2 എന്താ? 1.5 - 2. അപ്പൊ അതെന്താവും? 2/2 1 ആവും. അപ്പൊ ഇതിനൊക്കെ ഡിഫറൻസ് എന്താണ്? Hnu ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് സ്പേസിംഗ് കൊടുക്കും. മനസ്സിലായോ? ഈ ഓരോ വരവും നമ്മള് സെയിം സ്പേസിംഗ് ആവും. കോമ്പറ്റേറ്റീവ് എക്സാംസ് ചോദിക്കാറുണ്ട് ഇതുപോലെ അല്ലെ? കുറെ ഗ്രാഫ് വരും. ഇതിനകത്ത് ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഗ്രാഫ് ഏതാന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഗ്രാഫ് ഏതാന്ന് ചോദിക്കും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബോക്സിന്റെ ഗ്രാഫ് ഏതാന്ന് ചോദിക്കും. അപ്പൊ ആ സ്പേസിംഗ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഹൈഡ്രജൻ ആറ്റം മുകളിലേക്ക് കണ്ടിന്യൂം ഓഫ് എനർജി ആവും, താഴെ നല്ല സ്പേസ് ആവും, മുകളിലേക്ക് അടുപ്പിച്ചാവും. 1D ബോക്സ് എന്താവും? നേരെ ഓപ്പോസിറ്റ്, താഴെ നല്ല സ്പേസ് ആവും, അകലെ കൂടുന്നൂറും ഇങ്ങനെ ആകുന്നു അല്ലെ? ഇനി ഹാർമോണിക് ഓസിലേറ്റർ വിൽ ബി ഈക്വലി സ്പേസ്ഡ്. എനർജി ലെവൽസ് വിൽ ബി ഈക്വലി സ്പേസ്ഡ്. ഇതിന്റെ കാരണം എന്താണ്? ഇത് നമ്മളുടെ സെപ്പറേഷൻ കണ്ടോ? Hnu 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 അല്ലെ? അതാണ് അതിന്റെ ഗ്രാഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എനർജി ഡയഗ്രാംസ് അല്ലെ? ഇനി നമുക്ക് അതിന്റെ വേവ് ഫംഗ്ഷൻ കാണാനുണ്ട്. ഓക്കെ, അപ്പൊ ടൈറ്റിൽ ചെയ്ത വേവ് ഫംഗ്ഷൻസ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, നമ്മൾ ഇന്നലെ ഒബ്റ്റെയിൻ ചെയ്തു. ശ്രോഡിംഗേഴ്സ് ഇക്വേഷനിൽ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുത്തിയിട്ട് നമുക്ക് ശ്രോഡിംഗേഴ്സ് ഇക്വേഷൻ കിട്ടിയത് എങ്ങനെയായിരുന്നു? d² dy² പ്ലസ് ആൽഫ മൈനസ് y² ഇൻറ്റു psi ഈക്വൽ ടു 0 എന്നാ കിട്ടിയത് അല്ലെ? വേർ വി ചോസ് ആൽഫ ഈക്വൽ ടു 2n+1. അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ആൽഫ ഷുഡ് അല്ലെങ്കിൽ ആൽഫ ക്യാൻ ഹാവ് ഓൺലി വാല്യൂസ് 2n+1 അല്ലെ? വേർ n ഈക്വൽ ടു 0 1 2 3 എക്സെട്ര അല്ലെ? ശേഷം നമുക്ക് എനർജി n+12 ഇൻറ്റു h ക്രോസ് ഒമേഗ അല്ലെങ്കിൽ n+12 ഇൻറ്റു Hnu എന്ന് കിട്ടി അല്ലെ? അവിടെയാണ് നമ്മൾ നിർത്തിയത് അല്ലെ? ഇനി ഇതിന്റെ വേവ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള സിംപ്ലിഫിക്കേഷൻ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് അതിന്റെ വേവ് ഫംഗ്ഷൻ കാണാനുള്ള ഒരു ഫോർമുലയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഈ ആൽഫയുടെ ആൽഫ n വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നെന്ന് പറഞ്ഞു അല്ലെ? n ഈക്വൽ ടു 0 ആകുമ്പോൾ ആൽഫക്ക് ഒരു വാല്യൂവും, അതുപോലെ n ഈക്വൽ ടു 1 ആകുമ്പോൾ ആൽഫക്ക് ഒരു വാല്യൂവും. മീൻസ് ദ വാല്യൂസ് ഓഫ് ആൽഫ ഈസ് ഡിപ്പെൻഡന്റ് ഓൺ n. ന്റെ വാല്യൂ അനുസരിച്ചാണ് ആൽഫയുടെ വാല്യൂ. ഓക്കെ, അതുപോലെ തന്നെ ഓരോ n വാല്യൂസിനും ഓരോ വേവ് ഫംഗ്ഷൻ ഉണ്ടാവുക. ഓക്കെ, കറസ്പോണ്ടിങ് ടു ഈച്ച് n വാല്യൂസ് ഓഫ് ആൽഫ there will be different set of wave functions അല്ലെ? ആ വേവ് ഫംഗ്ഷൻ കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് psi n ഈക്വൽ ടു 2mv by h cross all raised to 1/4 into 1 by 2 raised to n factorial into hn of y e raised to minus y square by 2. ഈ വേവ് ഫംഗ്ഷൻ അറിഞ്ഞിരിക്കുന്നത് നിർബന്ധമാണ്. ഒരു ഹാർമോണിക് ഓസിലേറ്ററിന്റെ വേവ് ഫംഗ്ഷൻ ആണിത് അല്ലെ? കറസ്പോണ്ടിങ് ടു ഈച്ച് വാല്യൂ ഓഫ് n there will be a different set of wave functions. ഓക്കെ, n ന്റെ വാല്യൂ അനുസരിച്ചാണ് ഇവിടെ വേവ് ഫംഗ്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് ഈ തന്നിട്ടുള്ളത്. ഇനി ഇവിടെ hn of y എന്ന് പറഞ്ഞ ആള് കാണാം. ഇറ്റ് ഈസ് കാൾഡ് ഹെർമൈറ്റ് പോളിനോമിയൽ. എന്താ പറയാ? ഹെർമൈറ്റ് പോളിനോമിയൽ and is calculated using the formula hn of y equal to minus 1 raised to n e raised to y square into dn by dy raised to n of e raised to minus y square. ഓക്കെ, ഇതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഹെർമൈറ്റ് പോളിനോമിയൽ അതൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ്. സ്പെഷ്യൽ ഫംഗ്ഷൻസിനെ കുറിച്ച് നിങ്ങൾ പിന്നെ ഹയർ ക്ലാസ്സസിൽ പഠിക്കും, MSc ഒക്കെ പഠിക്കാറുണ്ട് മാത്തമാറ്റിക്കൽ ഫിസിക്സിനകത്ത്. ഓക്കെ, അപ്പം
ഒരു ഹാർമോണിക് ഓസിലേറ്ററിന് ഓരോ എൻ വാല്യൂസിനും ഓരോ വേവ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസ് അല്ല, മറ്റെന്താണ് വൺ ഡയമെൻഷണൽ ബോക്സിന്റെ കേസിൽ നമ്മൾ എന്തായിരുന്നു ഒബ്റ്റെയിൻ ചെയ്ത വേവ് ഫംഗ്ഷൻ? സൈ ഈക്വൽ ടു √2/L സൈൻ n പൈ എക്സ് ബൈ എൽ. ഒറ്റ ഫോർമുലയേ ഉള്ളൂ അല്ലെ. ഈ ഫോർമുലയിൽ n ഈക്വൽ ടു 1, 2, 3 കൊടുത്താൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകുമ്പോൾ എന്താവും? സൈൻ n പൈ എക്സ് ബൈ 1 പൈ എക്സ് ബൈ എൽ. സെക്കൻഡ് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആകുമ്പോൾ സൈൻ 2 പൈ എക്സ് ബൈ എൽ, അങ്ങനെ സൈൻ 3 പൈ എക്സ് ബൈ എൽ. അതിന് എളുപ്പമായിരുന്നു എന്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് ഓരോ എൻ വാല്യൂസിനും വേവ് ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓരോ സ്റ്റേറ്റിന്റെയും വേവ് ഫംഗ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, നമ്മളൊരു സീറോയും n ഈക്വൽ ടു സീറോയും n ഈക്വൽ ടു 1ന്റെയും കേസ് മാത്രം പറയും. ഓക്കെ, അപ്പൊ നോക്കാം. n ഈക്വൽ ടു 0 കാണാം. ഓക്കെ, വേവ് ഫംഗ്ഷൻ ഫോർ n ഈക്വൽ ടു 0 അത് കാണാൻ പോവാണ്. അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് കാണണം? ആദ്യം സൈ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 2mv/h cross raised to 1/4 into n equal to 0 ആണ്. അപ്പൊ 1/2 raised to 0 എന്ന് പറഞ്ഞാല് 1. പിന്നെ 0 ഫാക്ടോറിയൽ 2 raised to 0 into 0 ഫാക്ടോറിയൽ എന്നല്ലേ വരിക. 2 raised to 0 എന്ന 1. 0 ഫാക്ടോറിയൽ എന്താണ്? 1 ആണ്. ഓക്കെ, 0 അല്ല, 0 ഫാക്ടോറിയൽ 0 അല്ല, 0 ഫാക്ടോറിയൽ 1 ആണ്. ഓക്കെ, ഇൻറ്റു h0 ഓഫ് y raised to minus y²/2 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കാണണം? h0 ഓഫ് y കാണണം. അപ്പൊ hn ഓഫ് y എന്താണ്? ഇതാണ്. Therefore h0 ഓഫ് y ഈക്വൽ ടു -1 raised to 0 into e raised to y². ഇനി ഇതെന്താണ്? d/dy ഓഫ് അല്ലെ. അവിടെ എന്തുണ്ട്? ഒരു പവർ ഉണ്ട്. അപ്പൊ dn/dy raised to n അല്ലെ. അപ്പൊ അത് n ഈക്വൽ ടു 0 ആയ d0/dy raised to 0 എന്ന് പറഞ്ഞാൽ സംതിങ് raised to 0 1 അല്ലേ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. ഇനി ഇത് n ഈക്വൽ ടു 1 ആണെച്ചാലോ d/dy എന്നാവും. n ഈക്വൽ ടു 2 ആകുമ്പോഴോ d²/dy² എന്നാവും. അങ്ങനെ ഓരോന്നിനും ഓരോ വാല്യൂസ് ആണ്. അപ്പൊ ഇപ്പൊ n ഈക്വൽ ടു 0 ആണ്, അതുകൊണ്ട് d0/dy0 എന്നാൽ ഒന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പൊ എന്ത് വരും? ഇൻറ്റു e raised to minus y² എന്ന് വരും. പറഞ്ഞു മനസ്സിലായോ? n ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. n ഈക്വൽ ടു 1 ആയാലോ d/dy എന്നാവും. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. n ഈക്വൽ ടു 2 ആയാലും d²/dy² എന്നാവും. 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെ അപ്പം ഇതെന്തായി? -1 raised to 0 എന്ന് പറഞ്ഞാല് 1. e raised to y² e raised to minus y² എന്തായി? 1 ആയി അല്ലെ. കട്ട് ചെയ്ത് പോയില്ലേ അല്ലെ. അത് പോയി എന്ന് പറഞ്ഞാൽ h0 ഓഫ് y എന്താണ്? 1 ആണ് അല്ലെ. അതുകൊണ്ട് h0 ഓഫ് y വരെ നമ്മള് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും? e raised to minus y²/2. അതുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ ഈസ് psi 0 equal to 2mv/h cross raised to 1/4 e raised to minus y²/2 എന്ന് പറയാം അല്ലെ. അതാണ് എന്ത്? ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ. നോക്കുക, ഫൈൻഡ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ഫോർ ദി ഫസ്റ്റ് 2 സ്റ്റേറ്റ്സ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. ഫൈൻഡ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ഫോർ ദി ഫസ്റ്റ് 2 സ്റ്റേറ്റ്സ് ഓഫ് ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 മാത്തമാറ്റിക്കൽ ഫോർമുല ആവശ്യം വരും. ഓക്കെ, ഒന്ന് ഇന്റഗ്രൽ -∞ to ∞ x raised to n e raised to minus ax dx. Integral -∞ to ∞ x raised to n e raised to minus ax dx ന്റെ വാല്യൂ എത്രയാണ്? n factorial by e raised to n plus 1. ഓക്കെ, ഈ ഒരു ഫോർമുല നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. ഈ ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. എവിടെ പഠിച്ചേ? നിങ്ങള് ഇങ്ങനെ പറഞ്ഞോണ്ടാണ്, എക്സിന്റെ ഒക്കെ ടേമിൽ പറഞ്ഞോണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് അല്ലെ. ഞാൻ നേരെ മറിച്ച് ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രൽ -∞ to ∞ t raised to n e raised to minus at dt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയടിക്ക് ആൻസർ പറയും അല്ലെ. എന്താ ആൻസർ? n factorial by s raised to n plus 1 which is L of t അല്ലെ. ലപ്ലേഷ്യൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അത് തന്നെയാണത്. ലപ്ലേഷ്യൻ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതേ സംഭവമാണത് കേട്ടോ. 4th സെമസ്റ്ററിലൊക്കെ മാത്സിൽ പഠിക്കല്ലേ. ഇന്റഗ്രൽ
മൈനസ് ഇൻഫിനിറ്റി എക്സ് റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന ഇൻഫാക്ടോറിയൽ ബൈ എ റൈസ് ടു എൻ പ്ലസ് 1 ആണ്. ഓക്കെ, അതൊന്ന്. ഇനി മറ്റൊരു ഫോർമുലയും കൂടെ ആവശ്യം വരുമായിരിക്കും. ഓക്കെ, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു 2n ഇ റൈസ് ടു മൈനസ് എ എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, അതിന്റെ ആൻസർ ഇങ്ങനെയാണ്. റൂട്ട് പൈ ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു എക്സെട്ര 2n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 റൈസ് ടു n a റൈസ് ടു n പ്ലസ് ഹാഫ്. ഓക്കെ, ഈ രീതിയിലാണ് ഫോർമുല വരിക കേട്ടോ. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എക്സ് റൈസ് ടു 2n, ഇത് എക്സ് റൈസ് ടു n ആ, ഇ റൈസ് ടു മൈനസ് എ എക്സ് സ്ക്വയർ ഇത് എക്സ് ആ, dx equal to root pi into 1 into 3 into 5 etc. 2n minus 1 by 2 raised to n raised to n plus half. ഓക്കെ, ഇത് എത്ര പോകണമെന്നില്ല, 1 into 3 into 5 ഇത് എത്ര പോകണമെന്നുള്ളത് ആരാ തീരുമാനിക്കുക? n വാല്യൂ തീരുമാനിക്കുക. ഫോർ എക്സാമ്പിൾ n ഈക്വൽ ടു 1 ആണ് എഴുതുക. n ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താവും? 2n മൈനസ് 1 എന്താവും? 2 മൈനസ് 1 1, അപ്പൊ 1 വരെ പോയാൽ മതി. ഇനി n ഈക്വൽ ടു 2 ആണ് എഴുതുക, അപ്പൊ എന്താവും? 2 into 2 4 മൈനസ് 1 3, അപ്പൊ 1 into 3 വരെ പോകണം. ഓക്കെ, അങ്ങനെ ഇത് എത്ര ടേം പോകണം എന്നുള്ളത് തീരുമാനിക്കണേ ഈ 2n മൈനസ് 1 ആണ് കേട്ടോ. n വാല്യൂ ആണ്, ആ രീതിയിൽ പോവാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ. ഓക്കെ, അപ്പൊ നോക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്തായിരുന്നു? നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ ആദ്യം കാണാം അല്ലെ. എന്തായിരുന്നു ഗ്രൗണ്ട് സ്റ്റേറ്റ്? ψ0 ഈക്വൽ ടു 2mv by h cross raised to 1/4 into e raised to minus y square by 2 എന്നായിരുന്നു അല്ലെ. ഇതിന്റെ എക്സ്പെക്ടേഷൻ ആണ് കാണേണ്ടത് അല്ലെ. നമ്മൾ എക്സ്പെക്ടേഷൻ y പറയാം അല്ലെ, നമ്മൾ yന്റെ ടേംസിലല്ലേ. എക്സ്പെക്ടേഷൻ y എന്താണ്? എക്സ്പെക്ടേഷൻ വാല്യൂവിന്റെ ജനറൽ ഫോർമുല ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ψ0 സ്റ്റാർ y ψ0 dy അങ്ങനെയല്ലേ ഫോർമുല. താഴെ വേണ്ട, നോർമലൈസ്ഡ് ആണ്, വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആണ്. ഓക്കെ, ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഓസിലേറ്റ് ചെയ്യല്ലേ അല്ലെ. നമ്മൾ പ്ലസ് എ മൈനസ് എ എന്നല്ല, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ψ0 സ്റ്റാർ yന്റെ എക്സ്പെക്ടേഷൻ ആണ്, y ψ0 dy. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ψ0 സ്റ്റാർ, ഇതാണ് ψ0. ഇതിനകത്ത് i ഉണ്ടോ? ഇല്ല, അതുകൊണ്ട് ഇത് തന്നെയാണ് എന്ത് വരിക? 2mv by h cross raised to 1/4 into e raised to minus y square by 2 into y into ψ0 എന്ത് വരും? 2mv by h cross raised to 1/4 e raised to minus y square by 2 dy അല്ലെ. ഇതാണ് എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ കണ്ടാൽ എന്താ ഈക്വൽ ടു 2mv by h cross raised to 1/4 into 2mv by h cross raised to 1/4 1/4 plus 1/4 ആലും കാലം എത്രയും അര എന്ന് പറഞ്ഞാൽ 2mv by h cross raised to 1/2. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? റൂട്ട് 2mv by h cross എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. ഇത് ദിസ് ഇൻറ്റു ദിസ് 1/4 പ്ലസ് 1/4 പറഞ്ഞാൽ അര, ഹാഫ്. അപ്പോൾ റൈസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ റൂട്ട് അല്ലേ. ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇവിടെ y അല്ലേ, y എന്ന് വരും. ഇനി ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2. അപ്പൊ എന്ത് വരും? ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ വരും അല്ലെ. ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ഡി വൈ. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2 അല്ലെ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ അല്ലേ ആ ഫോർമുല. ഇങ്ങനെ വരും അല്ലെ. ഇതാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ y എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇന്റഗ്രേഷൻ കാണണം അല്ലെ. ഈ ഇന്റഗ്രേഷൻ കാണാൻ നമ്മൾ രണ്ട് ഫോർമുല പറഞ്ഞില്ലേ, അതിനകത്ത് രണ്ടാമത്തെ ഫോർമുല. കാരണം ഇവിടെ ഇന്റഗ്രൽ ഇത് എക്സ് വൈന്റെ ടേംസിലുള്ള ഇക്വേഷനാണ്. അപ്പൊ ഇന്റഗ്രൽ y ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ഡി വൈ ആണ്. നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചു. ഒന്ന് ഇ റൈസ് ടു മൈനസ് എ എക്സ് ഡി വൈയും
അതുപോലെ ഇ റൈസ് ടു മൈനസ് എ എക്സ് സ്ക്വയർ ഡി വൈ അല്ലെ. രണ്ടാമത് വരച്ച ഇക്വേഷൻ എന്തായിരുന്നു? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് റൈസ് ടു 2n ഇ റൈസ് ടു മൈനസ് എ എക്സ് സ്ക്വയർ ഡി എക്സ്. അതിന്റെ വാല്യൂ എത്രയായിരുന്നു? റൂട്ട് പൈ ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര 2n മൈനസ് 1 ബൈ 2 റൈസ് ടു n എ റൈസ് ടു n പ്ലസ് ഹാഫ് എന്നായിരുന്നു അല്ലെ. ഇനി ഇതിന്റെ കേസിൽ നമുക്ക് എന്താ പറയാ, ഇത് കമ്പയർ ചെയ്യാം. കാരണം ഇവിടെ ഇ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ആണ് കേട്ടോ. നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല എക്സ് റൈസ് ടു എൻ ഇ റൈസ് ടു മൈനസ് എക്സ് ആണ് അല്ലെ. ഈ ഫോർമുലയിൽ പറ്റൂല. ഇവിടെ ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്, ഇവിടെ എ റൈസ് ടു മൈനസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫോർമുല അല്ല ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യണ്ടേ. ഓക്കെ, ഇത് നോക്കാം. ഈ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ y റൈസ് ടു 1 അല്ലേ അല്ലെ. ഇവിടെ x റൈസ് ടു 2n. അത് പറഞ്ഞാൽ 2n ഈക്വൽ ടു 1. അപ്പൊ n ഈക്വൽ ടു ഹാഫ് അല്ലെ. അതുകൊണ്ട് ഈ ഇക്വേഷന്റെ കേസിൽ n ഈക്വൽ ടു ഹാഫ് ആണ്. പിന്നെ a എന്ന് പറഞ്ഞാൽ എന്താണ്? a എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് a എന്ന് പറയുന്നത്. ഇവിടെ മൈനസ് വൈ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ? 1 അല്ലെ. മൈനസ് വൈ സ്ക്വയർ അതിന്റെ കോഎഫിഷ്യന്റ് അപ്പൊ 1 അല്ലേ. -1 ചെയ്തെടുത്തിട്ടോ തെറ്റും അതെ. അതുകൊണ്ട് എക്സ്പെക്ടേഷൻ y ഈക്വൽ ടു റൂട്ട് ഓഫ് 2mv ബൈ എച്ച് ക്രോസ് ഇൻറ്റു റൂട്ട് പൈ ഇൻറ്റു ഇവിടെ ഇത് മാത്രം നോക്കുക. 2n മൈനസ് 1 പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇൻറ്റു 2 ഇൻറ്റു 2n മൈനസ് 1 n എത്രയും 1/2 മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട ചെയ്താ 2 റൈസ് ടു ഹാഫ് 1 റൈസ് ടു 1 പ്ലസ് ഹാഫ് ഇങ്ങനെയല്ലേ. ഇവിടെ 2 കട്ട് ചെയ്ത് പോയി. ബാക്കി 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തായി? 0 ആയി അല്ലേ. ആൻസർ എന്തായി? 0 ആയി. ഉണ്ടോ? എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ഫോർ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് 0. അത് കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട അല്ലെ. ഓസിലേറ്റ് ചെയ്യുക, അതിന്റെ മെയിൻ പൊസിഷൻ എന്താ? 0 അല്ലെ. ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, പിന്നെ അതിന്റെ ഇങ്ങോട്ടുള്ളത് മെയിൻ പൊസിഷൻ 0 അല്ലെ. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് 0 അല്ലെ. ആവറേജ് പൊസിഷൻ വാല്യൂ എത്ര? 0. അത്രേ ഉള്ളത് കാണാൻ അല്ലെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിനകത്ത് തന്നെ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് വൈ സ്ക്വയർ എന്ന് കണ്ടു നോക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റിന് തന്നെ മതി കേട്ടോ. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് വൈ സ്ക്വയർ ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ ആണ് കേട്ടോ. അപ്പം നമ്മളിപ്പം 4th ചാപ്റ്റർ ക്വാണ്ടം മെക്കാനിക്സ് അല്ലെങ്കിൽ വേവ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മള് ചെയ്ത കാര്യങ്ങൾ ഒന്നും മറക്കരുത്. ക്വാണ്ടം മെക്കാനിക്സ് പതുക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ട് അതിന്റെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞ് നമ്മൾ എവിടെ എത്തി? ഒരു 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബോക്സ് എന്ന് പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ സോൾവ് ചെയ്തു, ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വാല്യൂ സോൾവ് ചെയ്തു, അതിന്റെ എനർജി പോസിബിലിറ്റീസ് ഒക്കെ പറഞ്ഞു. ശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ഹാർമോണിക് ഓസിലേറ്ററും സോൾവ് ചെയ്തു. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടല്ല, എന്നാലും നമ്മൾ ഏകദേശം സോൾവ് ചെയ്തു അല്ലെ. ഇനി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു വെച്ച ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു പ്രോബ്ലം? പ്രോബ്ലം ഓഫ് ആറ്റോമിക് സ്റ്റെബിലിറ്റി, ആറ്റോമിക് സ്പെക്ട്ര, ആറ്റോമിക് സ്റ്റെബിലിറ്റി, അതുപോലെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യനും എന്നാണ് ഇത്രയും നമ്മൾ വന്നത്. അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ഫൈനൽ ചാപ്റ്റർ വി ആർ ഡെഡിക്കേറ്റിംഗ് ടു ഹൈഡ്രജൻ ആറ്റം അല്ലെ. ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് നമ്മൾ സ്ക്രോഡിംഗേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ആറ്റത്തിനെ മുഴുവനായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു ആൾ.